നമസ്കാരം, ഞാൻ വിഷ്ണുപ്രദീപ് ടി കെ, ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയാണ്. നമ്മൾക്കറിയാം, കേരളത്തിലും അതുപോലെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലും സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡുകൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2023 തന്നെ ഏകദേശം 52ഓളം കേസുകളാണ് ഇടുക്കി ജില്ലാ പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അന്വേഷിക്കുന്നതും. ഇപ്പോൾ ഈ വർഷം ഇതുവരെയായിട്ട് 55ഓളം കേസുകൾ സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയാണ്. പല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഫ്രോഡുകളാണ് ഇവിടെ നടന്നു വരുന്നത്. ഇതിനുള്ള വിക്ടിംസ് ഒരുപാട് കൂടി വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഒരു എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറാണ്, ഒരു CBI ഓഫീസറാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു കോൾ വരിക. ഈ കോളിൽ പറയുന്നത് നിങ്ങളുടെ പേരിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്നും അതിൽ നിന്ന് MDMA കണ്ടെടുത്തു എന്നുള്ളതാണ്. ഇതുവഴി ഈ നിയമ കുരുക്കുകളിൽ ചെന്ന് പെടാതിരിക്കാൻ നിശ്ചിത തുക തന്നാൽ മാത്രമേ ഇത് ഒഴിവാക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലുള്ള ഭീഷണിയാണ് പിന്നീട് ഈ വിക്ടിംസിന് കിട്ടുക. ഇതിലെ ഭയം മൂലം അവർ ആവശ്യപ്പെടുന്ന തുക കൊടുക്കാൻ തയ്യാറാവുകയാണ്. ഇത്തരത്തിൽ കബളിക്കപ്പെടുന്നൊരു സിറ്റുവേഷൻ കൂടി റീസെൻ്റായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇതുപോലെ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നു വരുന്നുണ്ട്. ലോട്ടറി വ്യാജ സമ്മാന തട്ടിപ്പാണ് ഒരു കേസ്. നിങ്ങൾക്ക് വലിയൊരു തുക പുറത്ത് ലോട്ടറി അടിച്ചുവെന്നും അതിന് ഇത്ര ശതമാനം രജിസ്ട്രേഷൻ ഫീസ് നൽകണമെന്നുള്ള രീതിയിലുള്ള തട്ടിപ്പുകൾ. ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ട്രേഡിംഗ് തട്ടിപ്പ്, അതായത് നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയിലും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പ്രലോഭിപ്പിച്ചുകൊണ്ട് വലിയ ലാഭം നൽകുമെന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ പലപ്പോഴും ഒടുവിൽ അതിൽ ചതി മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ഈ പൈസ ഒരുപാട് നഷ്ടപ്പെട്ട് കാണും. ഇതുപോലെ പല രീതിയിലുള്ള തട്ടിപ്പുകളുണ്ട്. ഈ ലോൺ ആപ്പുകൾ, പ്രത്യേകിച്ച് കുറഞ്ഞ വരുമാനമുള്ള വ്യക്തികളെ ചൂഷണം ചെയ്യാനായിട്ടാണ് ലോൺ ആപ്പുകൾ പോലെ ചെറിയ ലോണുകൾ, 1 ലക്ഷം 2 ലക്ഷം രൂപയുള്ള ലോണുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ലോൺ ആപ്പുകൾ. അതുവഴി ലോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ, ഫോണിലെ മറ്റ് കോൾ ഡീറ്റെയിൽസും മറ്റ് SMS ഡീറ്റെയിൽസും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്പുകൾ കൊണ്ടുവന്നിട്ട് അതിനുശേഷം ലോൺ നൽകിയതിന് ശേഷം പല രീതിയിലുള്ള ചൂഷണങ്ങളും നടന്നു വരുന്നതായിട്ടുള്ള ഫ്രോഡ് കേസുകൾ. ഈ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അതുപോലെ KYC കാലഹരണപ്പെട്ടു, അത് പുതുക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് ബന്ധപ്പെടുന്ന ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥരാണെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് വിളിക്കുന്ന തരത്തിലുള്ള തട്ടിപ്പ് കേസുകളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്തൊരു കേസിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ തന്നെ ഇതിന് വിക്ടിമായുള്ളൊരു കേസ് കൂടെ ഉണ്ടായിട്ടുണ്ട്. അതായത് സ്വന്തം ബാങ്കിൻ്റെ KYC അപ്ഡേറ്റ് ചെയ്യണമെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ബാങ്ക് ഓഫീഷ്യലാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുകയും അതുവഴി അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത വിവരങ്ങൾ നഷ്ടപ്പെടുകയും അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് പൈസ നഷ്ടപ്പെടുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡ് കേസുകളാണ് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം ഇതിനെപ്പറ്റി ഒരു അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാ ബാങ്കുകളുമായിട്ട് ഇടുക്കി ജില്ലയിലുള്ള മേജർ ബാങ്ക്സിന് എല്ലാവരും വിളിച്ചുകൊണ്ടൊരു മീറ്റിംഗ് നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുവഴി അവയർനെസ് കസ്റ്റമേഴ്സിലോട്ട് കൂടി അവയർനെസ് എത്തിക്കാനുള്ളൊരു ശ്രമം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. സൈബർ വോളണ്ടിയേഴ്സിനെ എല്ലാ സ്റ്റേഷൻ ലിമിറ്റിലും സൈബർ വോളണ്ടിയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് ആവശ്യമായ ട്രെയിനിങ് നൽകിയിട്ട് ജനങ്ങൾക്ക് കൂടുതൽ അവയർനെസ് നൽകാനുള്ള ഇനിഷ്യേറ്റീവും ചെയ്തു കഴിഞ്ഞു. ഇത് കൂടാതെ ജനപ്രതിനിധികൾ, അതായത് പഞ്ചായത്ത് തലത്തിലുള്ള തുടക്കം മുതലുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും കൃത്യമായ ട്രെയിനിങ്ങും അവബോധവും നൽകിക്കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും പലരും ഈ ഒരു സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡുകൾക്ക് വിക്ടിമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ ഉടനെ തന്നെ ചെയ്യേണ്ടത് 1930 എന്ന നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൻ്റെ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ cybercrime.government.in എന്ന പോർട്ടലിൽ ഈ പരാതി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യണം. അതാ 1 മണിക്കൂറിൽ തന്നെ, ആ ഗോൾഡൻ അവറിൽ തന്നെ നമുക്ക് ഈ സംഭവം ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ നഷ്ടപ്പെട്ട തുക തിരിച്ചു പിടിക്കാനും ഏറെ സഹായകമാകും. ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ നമ്മൾ ഈ പല അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിട്ട് അതിൽ ഫ്രീസ് ചെയ്ത എമൗണ്ട്സ് തിരിച്ച് ഈ നഷ്ടപ്പെട്ട വിക്ടിംസിന് തിരിച്ചു കൊടുക്കാനുള്ള ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. ഏകദേശം 3ഓളം കേസുകളിൽ നമുക്ക് തുക തിരിച്ച് വിക്ടിംസിന് കൊടുക്കാനുള്ള കോർട്ട് ഓർഡർ ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊരു സൈബർ ക്രൈം നടക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ
1930 വിളിച്ചിട്ട് NCRP പോർട്ടലിൽ ഈ ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുക. അതുമല്ലെങ്കിൽ cybercrime.government.in എന്ന പോർട്ടലിൽ നിങ്ങളുടെ പരാതി രജിസ്റ്റർ ചെയ്യുക. അതുമല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ഉടനെ തന്നെ ബന്ധപ്പെടുക. ആ മാക്സിമം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു അത്രയും പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇടുക്കി ജില്ലയിൽ എല്ലായിടത്തും ഉണ്ട്. പ്രത്യേകിച്ച് തൊടുപുഴയുണ്ട്, കട്ടപ്പന, ആ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് വരുന്നത്. ഇത് കൂടുതലും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് അഭ്യസ്തവിദ്യരായ യുവാക്കളെയും അതുപോലെ മറ്റ് എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. അവർ കൂടുതലും ഈ ഷെയർ മാർക്കറ്റ് അതുപോലെ മറ്റ് ക്രിപ്റ്റോ കറൻസി ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള പ്രലോഭനങ്ങൾ കൊണ്ടിട്ട് കൂടുതൽ ലാഭം കിട്ടുമെന്ന് കാണിച്ചിട്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇറങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ ചെറിയ എമൗണ്ട്സ് ഒക്കെ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു റിട്ടേൺസ് അവർക്ക് കിട്ടുന്നുണ്ട്. 1-2 തവണ അത് ചെയ്യുമ്പോൾ അവരുടെ വിശ്വാസ്യത കൂടി വരികയാണ്. അപ്പോൾ ഇവർ കൂടുതൽ എമൗണ്ട്സ് അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ അത് പിന്നീട് കിട്ടില്ല. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സെയിന്റ് സെബാസ്റ്റ്യൻസ് കോളേജ്, കട്ടപ്പന, അണക്കര. We offer Commerce with Computer Application, Commerce with Political Science and Humanities for High Secondary program. We present BCom with Finance, Taxation and Computer, BCom with Corporation and Computer, BA Economics, BA History for UG courses. Admission continues for all courses. സെയിന്റ് സെബാസ്റ്റ്യൻസ് കോളേജ്, കട്ടപ്പന, അണക്കര.